എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും ദയവും യാചിക്കേണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. Tchbuto taudiso hedrokuloso romromoto modlomotel amino iskulisban vabkullaydon nesvednase. തന്റെ പരിശുദ്ധ ശരീരത്താൽ തന്റെ ഇടവകയെ പുലർത്തുകയും തന്റെ വിലയേറിയ രക്തത്താൽ തന്റെ സഭയുടെ ദാഹം ശമിപ്പിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ ഇടയനാകുന്ന തനിക്ക് അടക്കം കൂടാത്ത സ്തുതിയും മാഞ്ഞുപോകാത്ത പുകഴ്ചയും പ്രഭയുള്ളതും ശ്രേഷ്ഠതയുള്ളതുമായ സ്തുതികളും മാധുര്യമുള്ളവയും സന്തോഷമുള്ളവയുമായ കിന്നരങ്ങളാൽ അണയ്ക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ദയാലുവായ തന്റെ ശരീരത്താൽ എല്ലാ മക്കളും ശുദ്ധീകരിക്കപ്പെടുന്നു, എല്ലാ കൂട്ടങ്ങളും തന്റെ രക്തത്താൽ ലിംബപ്പെടുന്നു, എല്ലാ കിരീടങ്ങളും തന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നു. സർവജാതികളും തനിക്ക് മഹത്വം പാടുന്നു. ഈ വിശുദ്ധ ബലിയർപ്പിക്കുന്ന ഈ നേരത്തും സകല നാവുകളിൽ നിന്നും വന്ദനവും കടപ്പെട്ടിരിക്കുന്നു. ബാറക്മോർ ബകുൽഹോനോ മോസോദഹായ ഇൻ ലവൽമീൻ. ബാറക്മോർ കാരുണ്യവാനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്നതായ ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ഈ വന്ന ആചാരന്റെ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. ബാറക്മോർ ഹസ്യോനോ ഹോക്കീൽ മദക്കിയോനോ ശോഭോകോതു യോലോ ഹോയോലോ മെസ്സദോനോ ലബിശോസാൻ Lihiyad Morio Aloho Bamrahmonu Sedhubo Latohai Morosagi Uror Bedlo Metumnen Latohai Dukulea Modilo Mahaimno Hustobo Vetrahamalain Estakrain Morio Aloho Brahmedmeno Estakarbahon Morio Lenabjoso Dabohain dahain Rabonain Malfonain Vanidain Wadkulhunani Damaimne Eldadito Dilokadisto Vamshaboto Anih Morio Aloho Nafshoshon Rohoshon Vafagaraihon Rostalo Dramedano no Algarmaihun Husoyo Masiono Hilan Malhun Pshiho Malkan Morio Moran Morod Deshpoto Wanilan Mordolilolan Dolodronan Wafruklan Kabel Slavosan Dakshvosan وبربطل له برهماك لكل هين مردوسو كشيوسو والشبتين ركسمينان بمرامونوسو موريو كليفابار والهرسو دبسو هيدي سيلك بريد شلومو وشول كولان شلومو كريستيانو يو عودلو رحيم وفي بد شوفار لا له سو شاكلان والهرزو دبسو شول كولان لكشمو توديسو مسكينان بارك مور هوشو وبقول زبان لولمين
കരുണയും മനോഗണവും നിറഞ്ഞിരിക്കുന്നവനെ, നിന്നെ ഞങ്ങൾ വന്ദിക്കുകയും സ്തുതിച്ച് സ്തോത്രം ചെയ്ത് പുകഴ്ത്തുകയും ചെയ്തുകൊണ്ട് നിന്റെ കൃപയോട് യാചിക്കുന്നു. പഴയ ലോകം അതിനാൽ പുതുതാക്കപ്പെടുന്നു എന്ന കിഴക്ക് ഭാഗത്ത് ഉദിക്കുന്ന സ്ലീബായുടെ വലിയ അടയാളത്തെ ആഘോഷിക്കുന്ന മാലാഖമാരുടെ സൈന്യത്തോടും ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിമയന്മാരുടെ കൂട്ടത്തോടും സ്വർഗമേഘങ്ങളിൽ വരുന്നവനായ നിന്റെ ദൈവത്വത്തിന്റെ മഹത്വമുള്ള പ്രഭ പ്രത്യക്ഷപ്പെടുന്നതായ ഈ വലിയ ദിവസത്തിൽ ഞങ്ങളുടെ മനുഷ്യത്വത്തിന്റെ മനച്ചിലിനോട് കരുണ തോന്നി അനുഗ്രഹം ചെയ്യണമേ. അന്ന് മരിച്ചവർ പാതാളത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. ന്യായവും നീതിയും പ്രവർത്തിക്കേണ്ടതിനായി മൗത്വത്തോടെ വരുന്ന ആ ശ്രേഷ്ഠതയുടെ എതിരേൽപ്പിനായി അവർ പുറപ്പെടും. ആ ശ്രേഷ്ഠതയ്ക്ക് മുമ്പായി മഹത്വമുള്ള ശബ്ദം വരുന്നു. ആ ശബ്ദം ഭൂമിയെ കുലുക്കുകയും പർവ്വതങ്ങളെ ഇളക്കി മറിക്കുകയും ചെയ്യുന്നു. അത് കരഭൂമിയെ നശിപ്പിക്കുകയും സമുദ്രത്തെ ഉണക്കുകയും ചെയ്യുന്നു. ആകാശവിരിവിനെ ചുരുട്ടുന്നു, സൂര്യനെ അന്ധകാരപ്പെടുത്തുന്നു, ചന്ദ്രനെ മായ്ക്കുന്നു, നക്ഷത്രങ്ങളെ അവയുടെ നിരകളിൽ നിന്ന് വീഴിക്കുന്നു. തന്റെ ആശ്രിതരുടെയും വിശുദ്ധ കൂട്ടങ്ങളുടെയും വായ്കളാൽ കൊമ്പിന്റെയും കാഹളത്തിന്റെയും വിളിയുടെ ഭയങ്കര ശബ്ദം അട്ടഹസിക്കുന്നു. എരുതീൻ കൂട്ടങ്ങളുടെ വായ്കളിൽ നിന്നും മുഴക്കത്തിന്റെ ശബ്ദത്താൽ പാറകൾ പിളരുന്നു. മറഞ്ഞു കിടക്കുന്നവരായ മരിച്ചവരെ കബറുകളുടെ ഉള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനായി വിളങ്ങുന്ന പാതാളത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്നു. ജീവനോടിരിക്കുന്നവരും മരിച്ചുപോയവരുമായ ആദാമിന്റെ വർഗം ഒരുമിച്ച് പുറപ്പെടുന്നു. കണ്ണിമയ്ക്കുന്നതിനിടയിൽ മണ്ണിൽ നിന്നും പൊടിയിൽ നിന്നും അവരെ ഉയർപ്പിക്കുവാനായിട്ട് തന്റെ പിതാവിന്റെ മഹത്വത്തോടെ വരുന്നവനായ ദൈവപുത്രനെ സ്വീകരിക്കുവാനായി പോകുന്നു. മുഖസ്തുതിയില്ലാത്തതായ നീതിയോടുകൂടിയ ഭയങ്കര ന്യായവിധിക്കായി സകല മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടുവാൻ അഗ്നിമയന്മാരും ആത്മമയന്മാരുമായ ഈറേന്മാരും എരുതയുടെ കൂട്ടങ്ങളും ലോകമൊക്കെയിലും പറന്ന് നടക്കുന്നു. ആദാമും ഹവ്വായും അവരോടുകൂടെ ശത്രുവും പ്രവേശിക്കുന്നു. ഒന്നാമതായി കൊല്ലപ്പെട്ടിട്ടുള്ളവനായ ഹാബേൽ അവന്റെ മുറിവുകളോടും അവനെ എറിഞ്ഞിട്ടുള്ള കല്ലുകളോടും കൂടെ പ്രവേശിക്കുന്നു. ശേത്തിന്റെ മക്കളായ എല്ലാ തലമുറകളും വരുന്നു. അവനോടുകൂടെ ശപിക്കപ്പെട്ടവനും കൊല്ലപ്പെട്ടവനുമായ കായേന്റെ മക്കളുടെ അശുദ്ധ തലമുറയും വരുന്നു. നീതിമാനും സത്യവാനും ജനങ്ങളെ പെട്ടകത്തിൽ ഇരുത്തിയവനുമായ നോഹ വരുന്നു. ജാതികളുടെ പിതാവായ അബ്രഹാം വിശ്വാസത്തോടും ദുഷ്ടനായ ഫറവോൻ അബീമേലെക്കിനോടും കൂടെ അടുത്ത് വരുന്നു. നീതിമാനായ യോബും അവന്റെ മക്കളും ധീരതയോടെ വലിയ ഭംഗിയോടെ വരുന്നു. അവരോടുകൂടെ സകല വഞ്ചനയുടെയും തലവനും അവന്റെ സൈന്യങ്ങളും പ്രവേശിക്കുന്നു. പിച്ചാത്തിയുടെ മുൻപാകെ മുഖം മറയ്ക്കാതെ കെട്ടപ്പെട്ടിരുന്നവനും അവന്റെ പിതാവ് അവനെ ബലി കഴിച്ച് കുഞ്ഞാടിനാൽ രക്ഷ പ്രാപിച്ചവനുമായ പരിപാകതയുള്ള ഇസ്ഹാക്ക് വരുന്നു. നീതിമാനായ യാക്കോബും അവന്റെ കൂടെ അവനെ പീഡിപ്പിച്ചിരുന്ന അവന്റെ സഹോദരൻ ഏശാവും വരുന്നു. പരിപാകതയുള്ളവനും വിനയമുള്ളവനുമായ യോസേപ്പും
അവന്റെ കൂടെ അവനെ വിറ്റുകളഞ്ഞ സഹോദരന്മാരും അവന്റെ സൗന്ദര്യത്തെ ആക്രമിക്കുവാൻ, ആ വിശുദ്ധിയെ അപമാനിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്തവളായ മിസ്രൈൻകാരിയും വരുന്നു. പ്രധാനാചാര്യന്മാരും മഹാപുരോഹിതന്മാരുമായ മൂശയും അഹരോനും അവരോടുകൂടി അഹങ്കാരിയായ ഫറവോനും വരുന്നു. സൂര്യനെയും ചന്ദ്രനെയും ആകാശവിരിവിൽ തടഞ്ഞു നിർത്തിയവനായ യേശു ബർന്നോനും അവന്റെ കൂടെ തിന്മപ്പെട്ടതും മത്സരമുള്ളതുമായ തലമുറയും വരുന്നു. ദീർഘദർശിയായ ശമൂവേലും അവനോടുകൂടെ ഏലിയുടെ മക്കളും വരുന്നു. ദാവീദും അബ്ശാലോമും അവന്റെ പുത്രനായ മത്സരക്കാരനായ ശൗലും വരുന്നു. ആചാര്യനായ ഫിനെഹാസും എലയാസറും പ്രവാചകനായ ഏലിയായും അവനോടുകൂടെ നീതികെട്ട രാജാവായ ആഹാബും നിന്ദിക്കപ്പെട്ടവളായ ഇസബേലും വരുന്നു. എലീശാ പ്രവാചകനും അവനോടുകൂടെ കൊതിയനും ദ്രവ്യാഗ്രഹിയുമായ ഗേഹസിയായും വരുന്നു. ഇരമ്യാ പ്രവാചകനും അവനെ ചെളിയിൽ തള്ളിയിട്ട സദക്കിയ രാജാവും വരുന്നു. അസ്കീയേൽ പ്രവാചകൻ അവന്റെ വെളിപ്പാടുകളോടും അവന്റെ ജനങ്ങൾ അവരുടെ പാപങ്ങളോടും കൂടെ വരുന്നു. സുന്ദരപുരുഷനായ ദാനിയേലും അവന്റെ കൂടെ കുരുള പറഞ്ഞ ബാബേൽക്കാരും വരുന്നു. യേശയ്യാ പ്രവാചകനും അവന്റെ കൂടെ അവനെ വെട്ടിയ രാജാവും വരുന്നു. ഹാനനീയ മുതലായ പൈതങ്ങളും അവരോടുകൂടെ വിഗ്രഹാരാധകരും വരുന്നു. ശ്മൂനിയുടെ മക്കളും അവരുടെ ഗുരുവായ എലയാസറും അവരോടുകൂടെ അന്ത്യോക്കലീസ് മുതലായ സകല വഞ്ചനയും വരുന്നു. പതിവ്രതയായ ശൂശാനും അവളോടുകൂടെ നീതികെട്ട ആചാര്യനായ ആഹാബും സദക്യായും വരുന്നു. യോഹന്നാൻ മാംദോനോയും അവനോടുകൂടെ കാമാതുരയായ ഹെരോദ്യായും വരുന്നു. പത്രോസും പൗലോസും അവരോടുകൂടെ നീറോയും ക്ഷുദ്രക്കാരനായ ശീമോനും വരുന്നു. പരിശുദ്ധ സ്ലീഹന്മാരും അവരുടെ ന്യായാധിപന്മാരും വരുന്നു. പോരാട്ടക്കാരും ധീരന്മാരും അവരെ കല്ലെറിഞ്ഞവരും വരുന്നു. കൊല്ലപ്പെട്ടവരും അവരെ കൊന്നവരും ആക്രമിക്കപ്പെട്ടവരും അവരെ അക്രമം ചെയ്തവരും വരുന്നു. മുഖപക്ഷമില്ലാത്ത നീതിയോടുകൂടിയ ഭയങ്കര ന്യായവിധിക്കായി ആദാമിന്റെ മക്കളെല്ലാവരും ഒരുമിച്ച് വരുന്നു. നിന്റെ ശ്രേഷ്ഠത രഥത്തിന്മേൽ പുറപ്പെടുന്നതായ പരിഭ്രമത്തിന്റെ ആ നേരത്ത്, ഭയത്തിന്റെ ആ ദിവസത്തിൽ, വിറയലിന്റെ ആ നാഴികയിൽ വണ്ടിച്ചക്രങ്ങളുടെ ഇടയിൽ നിന്ന് പരിഭ്രമകരമായ ആ ശബ്ദം കേൾക്കപ്പെടുന്നു. സ്വർഗീയരോടുന്നു, അഗ്നിസമുദ്രം തുറക്കപ്പെടുന്നു. അഗ്നിമയന്മാർ ഇളകുന്നു, എരുതി ധരിച്ചവർ ഭ്രമിക്കുന്നു. നിന്റെ നീതിയെ കോപിപ്പിച്ചിട്ടുള്ള എല്ലാവരെയും അവരുടെ ജ്വാലകൾ കൊണ്ട് അവർ ദഹിപ്പിക്കുന്നു. അഗ്നിസമുദ്രം തുറക്കപ്പെടുന്നു. എരുതിയുടെ ഉറവുകൾ എല്ലാ മത്സരക്കാരെയും വഴിതെറ്റിവരെയും അതിവേദനപ്പെടുത്തുവാനായി ഓടുന്നു. വലതുഭാഗം തുറക്കപ്പെടുന്നു. മഹത്വത്തിന്റെ സമുദ്രം ഉദിക്കുന്നു. പ്രകാശത്തിന്റെ കതിര് മിന്നുന്നു. രാജ്യത്തിന്റെ ഭാഗ്യം വെളിപ്പെടുന്നു. നീതിമാന്മാരുടെ മണവറയും ശുദ്ധിമാന്മാരുടെ അറകളും കന്യാവ്രതക്കാരുടെ പന്തിയും നോമ്പുകാരുടെ ഭാഗ്യതരമേശയും കാണപ്പെടുന്നു. കൃപ വലതുഭാഗത്തുള്ളവരിൽ സന്തോഷിക്കുന്നു. ഇടതുഭാഗം പുറത്തെ അന്ധകാരത്തിലേക്ക് തള്ളുവാൻ നീതി ഇടിമുഴക്കുന്നു. ദുഷ്ടന്മാർ തലകുനിച്ച് നിൽക്കുന്നു. കുരിശിൽ തറപ്പുകാരുടെ മുഖങ്ങൾ ലജ്ജിക്കുന്നു.
വിശ്വാസികളിൽ നിന്ന് സത്യമായ സ്തോത്ര ശബ്ദം ഉയരുന്നു. കന്യാവ്രതക്കാർ ആനന്ദിക്കുന്നു, ശുദ്ധിമാന്മാർ സന്തോഷിക്കുന്നു, നീതിമാന്മാർ ഉല്ലസിക്കുന്നു, പുണ്യവാന്മാർ ആഹ്ലാദിക്കുന്നു. മണവറ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു, മേശ ഒരുക്കപ്പെട്ടിരിക്കുന്നു. ക്ഷണിക്കപ്പെട്ട അതിഥികൾ നിത്യമായ ജീവിതത്തിൽ സന്തോഷിച്ച് ഉല്ലസിക്കുന്നു. ബുദ്ധിയുള്ള കന്യകമാർ തങ്ങളുടെ ദീപികകളോടുകൂടെ സന്തോഷിക്കുന്നു. ശ്ലീഹന്മാർ ന്യായം വിധിക്കുന്നു. ഇസ്രായേൽ ഗോത്രങ്ങൾ വിധിക്കപ്പെടുന്നു. പാറകൾ പിളർക്കപ്പെടുന്നു, കബറുകൾ തുറക്കപ്പെടുന്നു. ജീവനുള്ളവർ പറക്കുന്നു, മരിച്ചവർ വീഴുന്നു. നല്ലവർ ഉയരത്തിലേക്ക് കരയുന്നു, ദുഷ്ടന്മാർ അഗാധത്തിലേക്ക് ഇറങ്ങുന്നു. കാണപ്പെടുന്നവ കടന്നു പോകുന്നു, കാണപ്പെടാത്തവ നിലനിൽക്കുന്നു. ഇവിടെയുള്ളവ മാഞ്ഞു പോകുന്നു, അവിടെയുള്ളവ അവസാനമില്ലാതെ നിൽക്കുന്നു. ആഗ്രഹങ്ങൾക്ക് തികവ് വരുന്നില്ല, അതിവേദനകൾ അവസാനിക്കുന്നില്ല. ഭാഗ്യങ്ങൾ നിലനിൽക്കുന്നു, ജീവൻ വാഴുന്നു. പ്രകാശം അന്ധകാരപ്പെടുന്നില്ല, മഹത്വം അഴിയുന്നില്ല. നീതി എന്നേക്കുമായിരിക്കുന്നു. ജീവൻ തലമുറകളോളം ഇരിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ ആംഗ്യം ഇവയൊക്കെയും കൽപ്പിക്കുകയും നിന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നതായ നാളിൽ സ്വന്തം പാപങ്ങളിൽ വഷളരായി പോയ ഞങ്ങളുടെ സൃഷ്ടിയെയും രൂപത്തെയും കുറിച്ച് നിനക്ക് ദയ തോന്നണമേ. എന്റെ കർത്താവേ, ഞങ്ങളോടും നിന്റെ കൽപ്പനകൾ ആചരിച്ചിട്ടുള്ളവരായ നിന്റെ വാത്സല്യവാന്മാരോടും ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് നീ പറയരുതേ. എന്നാലോ എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും ന്യായവിധിയിലേക്ക് പ്രവേശിക്കുകയില്ല, എന്നാലോ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് മാറിയിരിക്കുന്നു എന്ന് നിന്റെ പരിശുദ്ധ തിരുവായി അരുളി ചെയ്ത വചനം ഞങ്ങളുടെ അടുക്കലും അവരുടെ അടുക്കലും നിവർത്തിക്കണമേ. അവിടെ ആ നാളിൽ ഞങ്ങളും ഞങ്ങളുടെ മരിച്ചുപോയവരും വിശ്വാസികളായ സകല മരിച്ചവരും നിന്റെ പ്രത്യക്ഷതയ്ക്ക് സ്തുതി പാടുകയും നിന്റെ മഹത്വത്തിന് സ്തോത്രം പാടുകയും ചെയ്യുമാറാകണമേ. ബാറക്മോർ ഹോശോ വബ്കുൽ അസ്മാൻ ലവൽ മീ